ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വളരെ കെയറിങ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ അതിമനോഹരമായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് പെഡിലാന്തസ് വെറൈറ്റിയിൽപ്പെട്ട ഈ പ്ലാന്റ്. ഒരുപാട് കെയറിങ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് പെഡിലാന്തസ് വെറൈറ്റിയിൽ നമുക്ക് ചെടികൾ ഒരു 3-4 വെറൈറ്റി കളറുകളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ വേരിഗേറ്റഡ് വെറൈറ്റിയിൽ തന്നെ കളർ ചേഞ്ചിങ് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് പ്ലാന്റുകളിൽ ഇലയിൽ, അതായത് അതിൻ്റെ ലീഫുകളുടെ കളറിൽ വ്യത്യാസം വരും. നല്ല ക്രീം കളറും അതേപോലെ തന്നെ ഗ്രീൻ കളറ്, വയലറ്റ് കളറ്, അതേപോലെ ഒരു പിങ്ക് കളറ്, ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ ഇലകളിൽ വേരിയേഷൻ വരാറുണ്ട്. ഇതിൽ നമുക്ക് നല്ല ഗ്രീൻ കളർ മാത്രമായിട്ടുള്ള ഇല വേരിയേഷനുള്ള ഒരു വെറൈറ്റി കൂടിയുണ്ട് നമുക്ക് പെഡിലാന്തസിൽ. ഇത് കുറച്ചുകൂടെ വേരിയേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കളർ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ഗ്രീൻ മാത്രമാണ് ഒരു കളർ ചേഞ്ചിങ് ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഈ സൂര്യപ്രകാശത്തിൻ്റെ ഇതനുസരിച്ചാണ് കളർ ചേഞ്ചായി വരുന്നത്. നമുക്കതുപോലെ തന്നെ വെർട്ടിക്കൽ പോട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നതിന് നമുക്കിത് അതിമനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് പെഡിലാന്തസ് വെറൈറ്റികൾ. അതേപോലെ നമുക്ക് ഹാങ്ങിങ്ങായും അതേപോലെ കൊക്കഡാമ പോലെ നമുക്ക് നട്ടു വളർത്താം. അങ്ങനെയൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നട്ടു വളർത്താവുന്ന ഒരു വെറൈറ്റിയാണ് പെഡിലാന്തസ് വെറൈറ്റി. പിന്നെ ഒരു കർലി ലീഫ് വെറൈറ്റിയോട് കൂടിയുള്ള ഒരു വെറൈറ്റിയാണുള്ളത്. ഇതിൻ്റെ ഇലകൾ ബാക്കിയുള്ളതിനെക്കാട്ടിൽ ഒരു പിരിപിരുത്ത ഇലകളായിരിക്കും. ഇത് വളരെ ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതും. ഇത് നമ്മൾ നടുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, മണൽ, അതുപോലെ മണ്ണ്, ഇത് മൂന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് അതിനോട് ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ് ഇവയെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. വളരെ മനോഹരമായി നമുക്ക് വീട്ടിൽ നട്ടു വളർത്തുകയും അതേപോലെ തന്നെ ഒരുപാട് കെയറിങ് വേണ്ടാതെ തന്നെ നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പെഡിലാന്തസ് വെറൈറ്റി. അപ്പോൾ വീടുകളിൽ നമ്മൾ നട്ടു വളർത്തുമ്പോൾ നമ്മൾ 1-2 ആഴ്ച നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് ഇതിന് വെള്ളം വളരെ കുറച്ച് മതിയായതുകൊണ്ട് തന്നെ നശിച്ചു പോകില്ല. വെള്ളം ഒരുപാട് കുറയുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വളരെ മനോഹരമായി നമുക്ക് ഹാങ്ങിങ് ആക്കി ഇടാവുന്നതും അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പെഡിലാന്തസ് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്. ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നമുക്ക് ഈ ചകിരിച്ചോറ്, മണ്ണ്, ചാണകം, മണൽ ഇവ മിക്സ് ചെയ്ത പോട്ടി മിക്സിൽ നമുക്ക് നടാവുന്നതാണ്. ഇത് നട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഷെയ്ഡിൻ്റെ കീഴിലായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്തിയെടുക്കാം. വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് പെഡിലാന്തസ് വെറൈറ്റി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഞാൻ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.